രസമുണ്ടോ? ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ എല്ലാവർക്കും? ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ തേപ്പ് ഓരോ ഭാഗങ്ങളായിട്ട് തേപ്പ് കഴിഞ്ഞ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാവിലെയും വൈകുന്നേരമൊക്കെ നനക്കുന്ന ഡ്യൂട്ടി കുഞ്ഞുട്ടിക്കാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കുഞ്ഞുട്ടി ഡ്യൂട്ടി ഏറ്റെടുത്തിക്കണേ. ഞമ്മക്കുള്ള പണി എന്ന് പറയുന്നത് മോട്ടർ ഇങ്ങനെ ഓഫാക്കുക, ഇട്ട് കൊടുക്കുക. ഓരോ ഭാഗത്തേക്ക് പോകുമ്പോഴും ഓഫാക്കണം, വീണ്ടും ഇട്ട് കൊടുക്കണം. അതിനായിട്ട് നമ്മളിവിടെ നിൽക്കണുണ്ടോ. ആ ഇടയിൽ കൂടെ നമുക്ക് രാവിലത്തെ നമ്മളെ ചായക്കടി പരിപാടികൾ നടക്കും. അപ്പോൾ മുകളിൽ നനച്ചിട്ട് ഇതാ ഇനിയിപ്പോൾ അവിടെ സിറ്റ് ഔട്ട് ഈ ഭാഗങ്ങൾ ഉള്ളു ഒക്കെ നനക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് നേരം തൊള്ളിയും കട്ടി നിന്നപ്പോഴേക്കും നമ്മുടെ സെനുമോൻ എണീച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഓനിന്ന് ചായയൊക്കെ കൊടുത്ത് സെറ്റപ്പ് ആക്കി വന്നപ്പോഴേക്കും പണിക്കാരൊക്കെ വന്നു കേട്ടോ. ഇതൊക്കെ എല്ലാം മേഘന ഒന്ന് ഇതൊക്കെ നിയമങ്ങളുടെ എയ്ത്താണ് കേട്ടോ. ചിലപ്പോൾ ഒരു അവിടെ എഴുതലൊക്കെ ബോർഡുമ്മലാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇതാ പണിക്കാരെ നോക്കിക്കൊണ്ട് നിൽക്കണം കേട്ടോ സിനിമോന്. ഇനി കുറച്ച് നേരത്തിന് ഓൻ്റെ കാര്യം നോക്കണ്ട കേട്ടോ. അവിടെ ഇങ്ങനെ നോക്കി നിന്നോളും. ആ നേരം കൊണ്ട് ഞാൻ ഒരു 3-4 ഉരുളക്കിഴങ്ങ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കുട്ടികൾക്ക് പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറേ കാലമായി ഉരുളക്കിഴങ്ങ് പൊരിച്ചിട്ട് കേട്ടോ. ഓൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇത് സ്കൂൾക്ക് കൊണ്ടുപോകാനും. അപ്പം ഇങ്ങനെ കുറേ പരാതിയും പരിഭവമൊക്കെ പറഞ്ഞപ്പോൾ ഇന്ന് ഇത് പൊരിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ സ്കൂൾക്ക് ചോറൊന്നും കൊണ്ടുപോകലില്ല കേട്ടോ. ഞങ്ങൾ സ്കൂളിൽ നിന്ന് തന്നെ ചോറ് വാങ്ങിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ അവിടുന്ന് വാങ്ങലാണ്. അപ്പം ഇന്ന് വേഗം ഒന്ന് ഉരുളക്കിഴങ്ങ് ഞാൻ അല്ലെങ്കിൽ വെള്ളത്തിലൊന്ന് വേവിച്ചെടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് പൊരിച്ചത്. പിന്നെ ഡയറക്റ്റായിട്ട് പൊരിച്ചാണ് കേട്ടോ. എല്ലായിടത്തും സിമ്പിളായി പോയത് എന്താണെന്ന് വെച്ചാൽ അപ്പോഴേക്കും സിമെൻറ്റ് വണ്ടി വന്നിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ സിനിമോനൊന്ന് നോക്കാൻ പോയതാണ്. ചിലപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയാണ്ട് പോവേ. അപ്പം ഞാനതൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാൻ വേഗം ഒന്ന് ഉരുളക്കിഴങ്ങ് ഒന്ന് പൊരിച്ചെടുക്കട്ടെ. പാത്രം കൊണ്ട് പാത്രത്തിൽ തരാം. പാത്രം കൊണ്ട് ബാ ഇങ്ങോട്ട് വാ. രസമുണ്ടോ? രസല്ല മമ്മ ചിന്ന കുട്ടി ഓയ് നുള്ളിന്ന് കൊല്ലം വെച്ചാളാണ്. ഇവിടെ നുള്ളട്ടെ ഞാൻ. ഈ കുഞ്ഞിക്കവളിൻ്റെ ഒരു നുള്ളട്ടെ ഞാൻ. ഈ കുഞ്ഞിക്കവളിൻ്റെ ഒരു കുത്തു തരട്ടെ കുഞ്ഞിച്ചേ. ഓ ഇമ്മ ഒന്നായിട്ട് തിന്നടി ചെറിയ പീശതിട്ട് തിന്നെ. റബ്ബെ കുത്തി തിരികെ വിടുകയാണല്ലോ. തൊള നിറച്ച് പല്ലായതുകൊണ്ട് കുഴപ്പമില്ല. ചമച്ചായിട്ട് ഇറക്കണം കേട്ടോ. അപ്പം ഞാൻ പൊരിച്ചെടുത്തത് ആ കൂട്ടാൻ രണ്ടാക്കുള്ളതും 2 പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതേപോലെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. അവിടെ അതായി ഇരുന്നിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് പിന്നെ ഒന്ന് അങ്ങനെ പണിക്കാരടുത്ത് പോയി നോക്കൊന്നുമില്ല. ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് നോക്കുള്ളൂ കേട്ടോ. അപ്പം ആ സമയത്ത് ഓരോ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. ഇങ്ങനെ മറ്റേത് ചട്ടിയിലാക്കിയാണല്ലോ കൊണ്ടു കൊടുക്കുക. ഇതിലൊക്കെ ഒന്നുമല്ല. ഇതായി കോട്ടുകൊണ്ടാണ് ഇങ്ങനെ എറിഞ്ഞിട്ടാണ് കൊടുക്കുക. അത് ചട്ടിയിൽ കുടിച്ച് അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യണത്. ഹിന്ദുവാണ്, മുസ്ലിമല്ലമ്മ, ഹിന്ദുവാണത്. ചട്ടിക്ക് എറിഞ്ഞിട്ട് അത് ഹിന്ദു ആണമ്മ. കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ? ചിരടുണ്ട് അതിൻ്റെ കയ്യിൽ. അതെന്തേലും ആയിക്കോട്ടെ. അലജ്ജ് എന്നിട്ട് ഹിന്ദു ആയിട്ട് ചിരട്ടിട്ടിരിക്കുന്നു. ഞാൻ ഇന്നാണ് വന്നേ.
അപ്പം നിയമങ്ങളുടെ ഓരോരോ സംശയങ്ങളൊക്കെയാണ് കേട്ടോ. അത് അങ്ങനെ സംശയങ്ങളൊക്കെ ചോദിച്ചു നിന്ന് അവസാനം ഓല് സ്കൂൾക്കൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ടായിനി കേട്ടോ. അടുത്തത് ഇനി നമ്മുടെ കലാപരിപാടികളാണ്. ചോറിന് വെള്ളം വെക്കുക. മറ്റേ ഓല് ചോറ് കൊണ്ടുപോകുന്ന ദിവസങ്ങളിൽ വേഗം ചോറാവും കേട്ടോ. പക്ഷേ ഇന്നിപ്പോൾ ഓലൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ചോറിനുള്ള വെള്ളം വെക്കണതൊക്കെ. അങ്ങനെ സെനുമോന് കാര്യസ്ഥ പണിയൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഇവിടെ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദോശമാവിന്റെ ചെമ്പുണ്ടേനു, ആ ചെമ്പെടുത്തിട്ട് അതിലാണ് കേട്ടോ ഇപ്പൊ പണി. അപ്പൊ ഞാനിന്ന് പ്രത്യേകിച്ച് ഇന്നിപ്പോ ഒരു കൂട്ടാനൊന്നും ഉണ്ടാക്കണില്ല. ഇതിപ്പോ മീൻകാരനെ കാത്തു നിന്ന് നോക്കി, പക്ഷെ മീൻ വന്നില്ല കേട്ടോ. അതിൽ പിന്നെ ഞാൻ വിചാരിച്ചിരുന്നപ്പം താൽക്കാലികത്തിന് ഒരു ചമ്മന്തി എന്തെങ്കിലും ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് ചെറുള്ളിയും കാന്താരിയൊക്കെ പറിച്ചുകൊണ്ടെന്ന് ചെറുള്ളി തൊലിക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് കേട്ടോ. ആ സമയത്ത് വന്നിട്ടാണ് ഈ വക കലാപരിപാടികളൊക്കെ. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഇത്ത വിളിച്ചിട്ടുണ്ടായിനി കേട്ടോ. അപ്പൊ ആ ഇത്ത വിശേഷങ്ങളൊക്കെ തിരക്കണതിൻ്റെ ഇടയിൽ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ ഞങ്ങൾ ഈ സിറ്റിയിലുള്ള ഈ ലൈഫിന്റെ ഇടയിൽ നിങ്ങളെ വീഡിയോ കാണുമ്പോൾ എനിക്ക് ആ ഒരു പഴയ ആ ഒരു ഫീലൊക്കെ കിട്ടും. ആ പ്രകൃതി ഭംഗിയും പിന്നെ ആ നൊസ്റ്റാൾജിയൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടത്തോടെ കാണുന്ന വീഡിയോ ആണ് നിങ്ങളെ വീഡിയോ. ഇപ്പൊ ഞങ്ങൾക്കുള്ള സങ്കടം എന്താ വെച്ചാൽ ഇനിയിപ്പോ ഈ വീട് ഇല്ലാണ്ടാവൂലേ എന്ന് ആലോചിക്കുമ്പോഴുള്ള സങ്കടമാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ഇങ്ങനെ സങ്കടമില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ എനിക്ക് സങ്കടമില്ലാണ്ട് എനിക്കിപ്പോ പുതിയ വീട് കയറുന്നതില് ഭയങ്കര അതിയായ സന്തോഷമുണ്ട്. പക്ഷെ ആ വീട്ടിലേക്ക് അടുക്കും തോറും ഈ വീടിനുള്ളിൽ നിന്ന് ഇല്ലാതാകുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അതെനിക്കൊരു ഭയങ്കര സങ്കടപ്പം തന്നെ ഉണ്ട് കേട്ടോ. എനിക്ക് ആ വീട് പണി തുടങ്ങിയ അന്ന് മുതലേ ഉള്ളതാണ് ഈ ഒരു സങ്കടം. അതിപ്പോ ചിലരൊക്കെ വിചാരിച്ചേ അട്ടനെ പിടിച്ച് മരത്തി കടത്തിയാ കടത്തൂല എന്ന് പറഞ്ഞ പോലെ ആയല്ലോ എന്നുള്ളത്. പക്ഷെ എന്താ വെച്ചാല് ഈ ഒരു വീട്ടില് ആ ഒരു ബർക്കത്ത് വേറെ തന്നെയാണ് കേട്ടോ. കാരണം നമുക്ക് ഈ വീട്ടിൽ വന്നിട്ട് ചിലർ പറയാലോ ആ വീട്ടിൽ കയറിയിട്ട് ഞങ്ങൾക്കൊരു സുഖം ഉണ്ടായിട്ടില്ല, എന്നും വയ്യായിക മറ്റേത് മറിച്ചത്. നമുക്ക് അങ്ങനെയൊന്നും പറയാനില്ല കേട്ടോ. ഈ വീട്ടിൽ താമസിച്ചിട്ട് നെഗറ്റീവുകളില്ലാന്ന് പറയാൻ പറ്റില്ല. എല്ലാ ദിവസവും ഭയങ്കര സന്തോഷം ഇനിയൊന്നും നമുക്ക് പറയാൻ പറ്റൂലല്ലോ. അങ്ങനെ ഇപ്പൊ ഒരു ഇതൊന്നും പഠിച്ചവൻ ആർക്കും കൊടുത്തിട്ടില്ല. സങ്കടങ്ങളൊക്കെ ഉണ്ടാവും, ചെറിയ ചെറിയ സങ്കടങ്ങൾ. പക്ഷെ അതിനേക്കാളുപരി സന്തോഷം ആണ് കേട്ടോ ഈ വീട്ടിലൊരു വർക്കത്ത്. അതൊരു വേറെ തന്നെ കേട്ടോ. അപ്പൊ അതൊക്കെ ഇനിയിപ്പോ ഇല്ലാതാകുമല്ലോ എന്ന് ആലോചിക്കുമ്പോ എനിക്ക് തന്നെ ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ. അപ്പോൾ ഓല് പറയണത് ഓൽക്കും അങ്ങനെ ഒരു സങ്കടം ഉണ്ട്. കാരണം ഓല് ആ ഒരു പഴയ കാലം ഓർമ്മിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നത്. അപ്പൊ ഇനിയിപ്പോ പുതിയ വീട്ടിലേക്ക് പോകുമ്പോ ഇതൊന്നും ഉണ്ടാവൂലല്ലോ എന്നൊക്കെയുള്ള ആ ഒരു സങ്കടമാണ് ഓൽക്കും. അപ്പൊ സങ്കടങ്ങളൊക്കെ ഒതുക്കന്നല്ലാതെ വേറെ നിർവാഹമൊന്നുമില്ല. എന്തായാലും പുതിയ വീട് കയറി കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ ഈ വീട് നമ്മളിൽ നിന്ന് ഇല്ലാതെയാവും. വീട് ഏകദേശം പരിതാപകരമായി തുടങ്ങിയിട്ടോ. കാരണം കുറെ കൊല്ലങ്ങളായി ചെതലൊക്കെ പിടിച്ച് ഏകദേശം പോവാറായ മട്ടായി. ഏതായാലും പുതിയ വീട്ടിലൊന്ന് കയറി കൂടിയിട്ട് നമുക്ക് പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് ആ ഒരു കാര്യത്തിൽ. അപ്പം എനിക്കും അതൊക്കെ ഭയങ്കര മിസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മക്കൾക്കൊക്കെ എന്താ വെച്ചാൽ മക്കൾക്ക് ഓൽക്ക് ഇൻഷാ അള്ളാ 2 വീടും എക്സ്പീരിയൻസ് ചെയ്യാനല്ലേ ഇത് കിട്ടൂലേ. ഈ ഒരു വീട്ടിലും പിന്നെ അതേപോലെ മറ്റേ വീട്ടിലും. അതിലിപ്പോൾ അധികം ആ കാര്യങ്ങളൊന്നും ഓർമ്മയിൽ നിൽക്കാതൊക്കെ നമുക്ക് സെനുമോന് ആണ് കേട്ടോ. സെനുമോന് ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ ഓന് ചിലപ്പോൾ വലുതാവുമ്പോൾ അതൊന്നും ഒരു ഓർമ്മ ഉണ്ടാവൂല. അപ്പൊ നമുക്ക് ഓന് ഈ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കാലോ. ഇൻഷാ അള്ളാ യൂട്യൂബിലോടത്തോളം കാലം നമുക്ക് ഈ വീടൊന്നും മിസ് ചെയ്യൂല. കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതൊക്കെ യൂട്യൂബിൽ എടുത്തിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ അല്ലേ. അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോൾ അതും ഒരു സന്തോഷം. അപ്പൊ രണ്ടുള്ളി ഒലിച്ചാന് പെടുന്ന പെടാപാടും കഷ്ടപ്പാടും കലാപരിപാടികളൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിന്റെ ഇടയിൽ കൂടെ നമുക്ക് പറയാനുള്ള കാര്യങ്ങളും അങ്ങോട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഞാനും ഉള്ളി വെച്ചാൽ കൂടി തന്നിട്ട് അതിനൊരു ചമ്മന്തി ഉണ്ടാക്കിയപ്പോൾ അതെനിക്കൊന്നും തൊള്ളയിൽ വെക്കാൻ തരുന്നില്ലല്ലോ എന്നുള്ള പരാതിയാണ് ഇപ്പൊ ഇവിടെ. അടുത്ത പാട്ടിട്ടോ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടില്ല.
അപ്പോഴേക്കും നമ്മുടെ റേഷൻ അരി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചോറും കൂടി ഊറ്റിയെടുക്കട്ടെ. നമ്മുടെ ഈ ഒരു ഭാഗത്തെ തേപ്പ് പിന്നെ ഫസ്റ്റ് തന്നെ കഴിഞ്ഞതുകൊണ്ട് നമുക്ക് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഈ ഭാഗത്ത് ഇരുന്നതാക്കണോണ്ട് ഇങ്ങനെ സിമെൻറ്റോ വെള്ളമൊന്നും തെറിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം പിന്നെ ഞാൻ പുറത്ത് തന്നെയാണ് കേട്ടോ ചോറ് തീമടല്. ജനുപോലെ വീണ്ടും ദോശമാവിൻ്റെ പാത്രത്തിൽ തന്നെയാണ് പരിപാടി തുടങ്ങിയത് കേട്ടോ. അപ്പം അതിലിട്ട് കളിക്കാൻ 2 പച്ചമുളക് ചോദിച്ചിട്ടുണ്ട് ഇനി. അപ്പം ഞാൻ വേഗം ഭാഗ്യത്തിന് അവിടെ ഒരു 3-4 കോവക്ക ഉണ്ടെങ്കിൽ അപ്പം അതാണ് എടുത്തോടുത്തേക്കേനി കേട്ടോ. പച്ചമുളകൊക്കെ കൊടുത്താൽ പിന്നെ എനിക്ക് ഇരട്ടിപ്പണിയാവും. അതിൻ്റെ ഇടയിൽ കൂടെ കഞ്ഞി കൊടുക്കാനുള്ള എൻ്റെ സൈക്കോളജിക്കൽ മൂവ്മെൻറ്റും നടക്കുന്നുണ്ട്. പക്ഷെ അതങ്ങോട്ട് ഏൽക്കണില്ല കേട്ടോ. ചാടലൊക്കെ ഓക്കെ. ഓ കുട്ടിയൊന്ന് വെക്കുമ്പോഴത്തേന് ചാടിയിട്ട് അത് വേണ്ടെന്നാൽ കറക്റ്റായി. ഹായ് ഹായ് കുട്ടി വെച്ചു. ഗുഡ് ബോയ്. 1 2 2 പറയേ 2 3 4 4 പറ. അല്ല 4 അലിഫ പറഞ്ഞ അലിഫേ. എടാ ഇതൊക്കെ എങ്ങനെയാടാ പൊതിർത്തെടുക്കുക? ആകെ ഒട്ടിച്ച് വെച്ചിക്കണ മേല് മൊത്തം. ദോശമാവ് ഒട്ടിച്ച് വെച്ചേ ഇജല്ലേ ദോശമാവ് ഒട്ടിച്ച് വെച്ചേ. അലിഫേ ബാ താ. അങ്ങനെ ഒരു വിധത്തിൽ അവൻ സോപ്പിട്ട് കഞ്ഞിയൊക്കെ കൊടുത്ത് ഇനിയിപ്പോൾ അവിടെ നിന്ന് അടിച്ചു വാരി തുടച്ചെടുക്കുകയൊക്കെ വേണം. അപ്പം അതിന് മുന്നേ ഒന്ന് കുറച്ച് മാറാലകൾ തട്ടാനുണ്ട്, നനച്ചുള്ളിപ്പണിയൊക്കെ എടുക്കാനുണ്ട്. നനച്ചുള്ളിപ്പണിയൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വല്ലാണ്ട് അങ്ങോട്ട് നനച്ചുള്ളിപ്പണിയൊന്നും എടുക്കുന്നില്ല. കാരണം എന്തായാലും നമ്മളിനി പുതിയ പെരയിൽ ഇൻഷാ അല്ലാഹ് വൈകാതെ കയറി കൂടണം. അപ്പം അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഇതിൽ ഞാൻ ഇനി വലിയ നനച്ചുള്ളിപ്പണിയൊന്നും എടുക്കുന്നില്ല. പിന്നെ മാറാലൊക്കെ തട്ടിയിട്ട് കുറേ ദിവസമായി നിൽക്കണം കേട്ടോ. ക്ലീനിങ് പരിപാടികളൊക്കെ എടുത്തിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഞാനിങ്ങനെ പ്രത്യക്ഷത്തിൽ കാണുന്ന മാറാലകളൊക്കെ ഒന്ന് വൃത്തികേടുകളൊക്കെ ഒന്ന് തട്ടി ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ വേഗം ഒന്ന് അടിച്ചു വാരിയിട്ടൊന്ന് തുടച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെന്ന് പറയാൻ ഞാനും ജനുമോനും കൂടിയിട്ടാണ് കേട്ടോ. ജനുമോനും ഉറങ്ങിയിട്ടില്ല കേട്ടോ. രാവിലെ ഒന്ന് കുറച്ച് നേരം ഒന്ന് ഉറങ്ങി എണീച്ചത് കൊണ്ട് ഇനിയിപ്പോൾ ഉറങ്ങിയിട്ടില്ല. ഈ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ കുപ്പി എടുത്തു കൊടുക്കുക, എണ്ണക്കുപ്പി എടുത്തു കൊടുക്കുക, എന്നിട്ട് അതൊന്ന് നിലത്തേക്ക് ഇടുക, അത് വീണ്ടും ഞാൻ എടുത്തു കൊടുക്കുക. കണ്ടോ, അതിനുള്ള കരച്ചിലാണ് കേട്ടോ. അത് ഭയങ്കര കള്ളത്തര കരച്ചിലാണ്. അപ്പോൾ ഇനി ഞങ്ങൾ രണ്ടാളും ഒന്നിച്ച് പോയിട്ട് കുളിച്ചിട്ട് വേണം അവനൊന്ന് ഉറക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ട്രൗസറും കുപ്പായൊക്കെ ഇട്ട് കൺമേശിയും പൗഡറൊക്കെ ഇട്ട് സുന്ദരനായിട്ട് കിടന്നുറങ്ങുകയാണ് കേട്ടോ. കൺമേശിയും പൗഡറൊന്നും ദിവസമൊന്നും ഇട്ട് കൊടുക്കലില്ല കേട്ടോ. ഞാൻ ജനുമോനല്ല നിയമോളും അജുക്കെ ചെറുതായിനന്ന് എല്ലാ ദിവസവും കൺമേശി എഴുതി പൗഡറൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. അത് ഇട്ട് കൊടുക്കാത്ത ദിവസം എന്തൊക്കെയോ ഒരു കുറവ് പോലെ എനിക്ക് തോന്നലുണ്ട് കേട്ടോ. എന്തൊക്കെയോ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്തില്ല എന്നൊക്കെയുള്ളൊരു കുറ്റബോധം പോലെയൊക്കെ. പിന്നെ കൺമേശി അങ്ങനെ ഇടാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ കൺമേശി പൗഡറും വല്ലാണ്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കലില്ല കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ മിക്കവാറും എങ്ങോട്ടെങ്കിലും പോകുന്ന ദിവസങ്ങളിലോ അങ്ങനെയൊക്കെ. അപ്പോൾ വീഡിയോ എടുക്കല്ലേ, അപ്പോൾ ഒന്ന് കുറച്ച് മൊഞ്ചനായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ സിനിമോൻ്റെ കൂടെ കിടന്ന് ഞാനും കുറച്ച് സമയം ഒന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ വലിയ പണിക്കാർ മോട്ടർ ഇടാൻ വേണ്ടിയിട്ട് ഒരുപാട് വിളിച്ചിട്ടാണ് ഞാൻ ഉണർന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ സിനിമോന് നല്ല ഉറക്കത്തിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ 4 മണിയായപ്പോൾ ഞാൻ കുറച്ച് എന്തെങ്കിലും ഒരു പൊരിക്കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. സവോളൻ്റെ വലുപ്പം അതാ ചെറുള്ളിനെക്കാട്ടിലും കുറച്ചാണ് വലുത്. അപ്പോൾ അതൊന്ന് ക്ലീനാക്കി എടുക്കാനും നല്ലോണം പണി വിട്ടു കേട്ടോ. ഇനി അരിഞ്ഞെടുക്കാനും അതേപോലെ തന്നെ. അപ്പം ഞാനൊന്ന് അരിഞ്ഞൊന്ന് പകുതി ആയപ്പോഴേക്കും നമ്മുടെ സിനിമോൻ എണീച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഓനോട് എറിഞ്ഞതിന് മുന്നേ വേഗം ചായക്ക് കടിയും കൂടി ഒന്ന് സെറ്റാക്കി വെക്കാം എന്ന് വിചാരിച്ചെങ്കിലും കാര്യങ്ങൾ നടന്നില്ല കേട്ടോ. പറയുന്നില്ല കേട്ടോ.
പിന്നെ ഇപ്പോൾ ഇതായി പരിപാടി ഒക്കത്ത് കയറുക, ഇരിക്കൂല, അങ്ങനെയൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ അജൊക്കെ വന്നതിന് ശേഷമേ പിന്നെ ബാക്കി പണികൾ നടന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വേഗം മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് വേഗം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ചായയും കൂടി സെറ്റാക്കിയിട്ട് ചായക്കുള്ള വെള്ളം ഞാൻ അവിടെ വെച്ചിരിക്കണം കേട്ടോ. അപ്പം ഇനി വേഗം എനിക്ക് ചായ ഉണ്ടാക്കി കൊടുക്കണം. വിട്ട് തിന്ന് ഇത് ഇതും കോരണവും കിട്ടിക്കോളൂ, കോരി കിട്ടിക്കോട്ടെ. അപ്പോൾ വേഗം ഓൽക്കില്ല റെഡിയാക്കിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഓൽക്കില്ല ചായ കൊണ്ടു കൊടുക്കട്ടെ. അപ്പോൾ അജുവിനെയാണ് കേട്ടോ ചായ കൊണ്ടു കൊടുക്കാൻ ഏൽപ്പിച്ചത്. അങ്ങനെ ഞങ്ങൾ 4 മണി ചായയുടെയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ സിനിമോന് ചായ അടിച്ചപ്പോൾ ട്രൗസറിനും കുപ്പായത്തിനും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ആകെ എരപ്പാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഡ്രസ്സൊക്കെ വീണ്ടും മാറി വേറെ ട്രൗസറും കുപ്പായൊക്കെ ഇട്ട് വന്ന് ഇവിടെ മുറ്റത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ അവള് പന്തളിച്ചിനെ കണ്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ ഓനും കളത്തിലിറങ്ങും. അപ്പം അതിൻ്റെ അടുക്കാണ് നീയക്കുട്ടി ഞാൻ വരച്ചതാണെന്നും പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിനി അത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു നമ്മളെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ. അസ്സലാമു അലൈക്കും, ബൈ ബൈ.